കൃഷി എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് തിരിയാനായിട്ടുള്ള പ്രചോദനം എന്തായിരുന്നു? കൃഷി ചെയ്യാം, മറ്റു ജോലികളിലേക്കൊന്നും പോകണ്ട. അല്ല, എനിക്ക് വന്ന അനുഭവം മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ അവനെ കൃഷിയിലേക്ക് വരാൻ താല്പര്യമില്ല. ഹായ്, ഹലോ, വെൽക്കം ടു ബെഞ്ചാര ഐറ്റൽ ക്ലബ്. നമ്മളിന്ന് കാളികയം കണിച്ചാറാണുള്ളത്. 22ാമത്തെ വയസ്സിൽ കൃഷി തുടങ്ങി ഇപ്പോൾ 72 വയസ്സായപ്പോഴും കൃഷിയെ സ്നേഹിക്കുന്ന ഫ്രാൻസിസ് ചേട്ടനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇത്രയും വർഷം കൃഷി ചെയ്യാനായിട്ട് പുള്ളിയെ പ്രേരിപ്പിച്ചത് എന്താണെന്നും കൃഷി എന്നൊരു മേഖലയിലേക്ക് തിരിയാനായിട്ട് പുള്ളിക്ക് പ്രചോദനമായത് എന്താണെന്നും ഒക്കെ നമുക്ക് ഫ്രാൻസിസ് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് ഈ പറമ്പിൽ ഇപ്പം ചെയ്യുന്ന കൃഷികൾ? ഭക്ഷ്യവസ്തുക്കളായിട്ട് ചെയ്തിരിക്കുന്നത് ചേന, ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ്, പിന്നെ കപ്പ, പിന്നെ കുറച്ച് ഇഞ്ചിയുണ്ട്. എത്ര വർഷമായി നമ്മൾ ചെയ്യുന്നു? ഞാനിത് ഒരു 40 വർഷത്തേക്കുള്ളേ. 40 വർഷത്തിൽ കൂടുതലായി. 40 വർഷത്തോളായി. പക്ഷെ കാര്യമായിട്ട് കൃഷി തുടങ്ങിയിട്ട് 40 വർഷം. മറ്റേ അച്ഛനൊക്കെ ഇത് തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ മാതാപിതാക്കളൊക്കെ അവര് കൃഷിക്കാരായിരുന്നു, ഈ കാർഷിക മേഖലയായിരുന്നു. അതിലൂടെയാണ് ഞാൻ സ്കൂളിൽ വിദ്യാഭ്യാസം നിർത്തിയാലും പിന്നെ പശു വളർത്ത് തുടങ്ങി. പശു വളർത്തില് ഒരു 10 വർഷത്തോളം അങ്ങനെ പോയി. പിന്നെ അതിനുശേഷമാണ് കാര്യമായ കൃഷിയിലേക്ക് വരുന്നത്. അത് കൃഷി തുടങ്ങിയ പിന്നെ നമ്മുടെ ഈ നാട്ടിലെ ഈ മിക്ക പഞ്ചായത്തുകളും, കൊട്ടിയൂർ പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളെയും കണിച്ചാറ്, കേളകം, പോക്കാട്, പേരാവൂര്, മുഴക്കുന്ന് ഇങ്ങനെയുള്ള പഞ്ചായത്തുകളെല്ലാം ഞാൻ പോയി കാര്യമായിട്ട് ചെയ്യുന്ന കൃഷിയാണ് ഇഞ്ചിയാണ്. പിന്നെ ചേമ്പ്, ചേന ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ വന്യമൃഗശല്യം കാരണം നമുക്കിപ്പോ പുറത്തേക്ക് പോയാലും അവിടെ കൃഷി നടത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ലീസിന് സ്ഥലങ്ങളുണ്ട്. ഈ കൃഷി എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് തിരിയാനായിട്ടുള്ള പ്രചോദനം എന്തായിരുന്നു? കൃഷി ചെയ്യാം, മറ്റു ജോലികളിലേക്കൊന്നും പോകണ്ട. അല്ല, മറ്റു ജോലികളുടെ കാലത്ത് എനിക്ക് വീട്ടിൽ ആളില്ലായിരുന്നു. വളരെ നേരത്തെ പോയതാണ്. മദർ ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ വല്യപ്പൻ, വല്യമ്മ, അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ്. അപ്പം വല്യപ്പൻ വലിയ പ്രായമായാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട് നോക്കാൻ ആളില്ല. അപ്പം വീടിന്റെ നാഥനായിട്ട് ഞാനേ ഉള്ളൂ. അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത്രത്തോളം ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കാർഷിക മേഖലയിലേക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തൊരു കാര്യമല്ല. ഇഷ്ടപ്പെട്ട് മനസ്സുകൊണ്ട് എനിക്ക് ഇന്നും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇന്നും വയ്യെങ്കിലും കുറച്ച് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അതെ. അപ്പം ഇതിൽ നിന്ന് ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലാഭങ്ങളും നഷ്ടങ്ങളും. അവസാനം കർണാടകത്തിൽ പോയി ഒരു 3 വർഷം കൃഷി ചെയ്തു. ആദ്യത്തെ വർഷവും 2ാമത്തെ വർഷം അത്യാവശ്യം വലിയ ലാഭമില്ലെങ്കിലും നഷ്ടമില്ലാതെ പിടിച്ചു നിന്നു. 3ാമത്തെ വർഷം കൃഷിയായപ്പം ഇതാർക്കും വേണ്ടാത്ത അവസ്ഥ. ഇഞ്ചി കൃഷിയായിരുന്നു. ഇഞ്ചി പിന്നെ പച്ചക്കറികളുണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ നമ്മൾ അവിടെ ഒന്നും വിലയില്ല. പച്ചക്കറി നമ്മളിവിടെ കൊണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് അയൽക്കുന്നവരൊക്കെ കൊടുക്കുമായിരുന്നു. വിൽപ്പനയ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവും. അത് ഇവിടെ വരുമ്പം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും, നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഈ ഇഞ്ചി അവിടെ പറിച്ച് കഴിഞ്ഞപ്പം വിലയില്ലാതെ വന്നു. ആർക്കും വേണ്ട. 1 കിലോ ഇഞ്ചിക്ക് 2.75 രൂപ. ഏത് വർഷം വരുന്നത്? അതൊരു 2001 അല്ലേ ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ഞാൻ 98 കൃഷിക്ക് പോയതാണ്. അത് കഴിഞ്ഞ് ഈ ഇങ്ങനെ ആയപ്പം അവസ്ഥ. ഏകദേശം എത്ര കിലോ ഇഞ്ചി നമ്മൾ എത്ര ഏക്കറിൽ നട്ടിട്ടുണ്ടായിരുന്നു? ഞങ്ങളന്ന് ഞാനും എന്റെ ഷെയർ ഞങ്ങള് ഒരു 18 ഏക്കർ സ്ഥലം ലീസിനെടുത്തിട്ട് വയലും കരയും ആയിട്ട് 18 ഏക്കർ സ്ഥലം ലീസിനെടുത്തിട്ട് അത് ലീസെന്ന് പറഞ്ഞാൽ അന്ന് 30,000 രൂപ ഒരു ഏക്കറിന് കൊടുക്കണം. അങ്ങനെ എടുത്ത് അതിൽ 3ാമത്തെ വർഷമായപ്പോൾ മൊത്തം പൈസ ഉണ്ട്, കടമായി, നഷ്ടമുണ്ടായി. പിന്നെ എന്തെങ്കിലും ഞാൻ ഈ കൃഷി വിട്ടില്ല. എനിക്ക് കൊടിയിൽ കൃഷി കർണാടകത്തിൽ ചെയ്യുമ്പോഴും ഞാൻ എന്റെ നാട്ടില് സ്ഥലം കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വിത്ത് എനിക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടി വിത്ത് വിലയ്ക്ക് മേടിക്കേണ്ടി വന്നില്ല. എന്റെ കൈവശം തന്നെ ഉണ്ടായിരുന്നു. അത് ഇന്നും അങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ ഒരു 6 വർഷം മുമ്പ് 6-7 വർഷം മുമ്പ് ഇത് പരിവർത്തനം നിർത്തി. അത് ഇതുവരെ അവസ്ഥ തന്നെ. ഇഞ്ചി നമ്മള് പിന്നെ പറിച്ചിട്ട് കഴിഞ്ഞപ്പം ഇവിടെ ആർക്കും വേണ്ട. അതാണ് മാനന്തവാടി കൊണ്ട് ചെറിയ പൈസയ്ക്ക് കൊടുത്തു. അതോടെ അത് നിർത്തി വെച്ചു. കാരണം നമ്മുടെ കയ്യിലേക്ക് കാശ് എടുത്ത് കടമ്പ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും എനിക്ക് ഈ കൃഷി വിടാൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ 2 വർഷം മുമ്പ് ഒരു സുഹൃത്തിനോട് 5 കിലോ വിത്ത് മേടിച്ചു. 5 കിലോ വിത്ത് എന്റെ സുഹൃത്തിന്. അപ്പൊ ഈ 5 കിലോ വിത്ത് മേടിച്ചിട്ട് ഞാൻ അത് നമ്മുടെ വീട്ടാവശ്യമൊക്കെ എടുക്കാമല്ലോ. എന്നിട്ട് വിത്ത് ഉണ്ടാക്കാൻ വേണ്ടി നടാൻ വേണ്ടിയൊക്കെ എടുത്ത് ആ സുഹൃത്തിനെ മേടിക്കാണ്ട് ചെന്നപ്പോൾ എൻ്റെ സുഹൃത്ത് കോളയാളുടെ സുഹൃത്ത് എന്തുവാ പുള്ളിക്ക് ഒരു പ്രാവശ്യം ഇഞ്ചി വേണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങും കിട്ടാനുമില്ല. ഈ 5 കിലോ ഉള്ളൂ. ഞാൻ എത്രയാണ് എനിക്കൊരു 5 കിലോ വേണമെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ ഈ 5 കിലോ പുള്ളിക്ക് കൊടുത്താൽ എനിക്കില്ലല്ലോ. ഞാൻ പിന്നെ 1 കിലോ വിത്ത് എടുത്തു, 4 കിലോ പുള്ളിക്ക് കൊടുത്തു. ഈ 1 കിലോ വിത്ത് എനിക്ക് 35 കിലോ ഇഞ്ചി കിട്ടി. അതിൽ നിന്ന് വീണ്ടും നട്ട് നമ്മുടെ ഈ പറമ്പിൽ കൂടെയൊക്കെ കുറേശ്ശെ നട്ടു. പിന്നെ അടുത്ത പറമ്പിൽ കൊണ്ട് നട്ടു. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു 20 കിലോ വെച്ചാൽ നട്ടുള്ളൂ. 20 കിലോ വെച്ചിട്ട് 6-6.5 കിലോ ഇഞ്ചി കിട്ടി. ഈ വർഷം ഒരു 125 കിലോ വിത്ത് വീണ്ടും ഉണ്ട്. അത് കഴിഞ്ഞ വർഷം വിലയില്ലാതെ വന്നു. എന്നിട്ട് ഇഞ്ചി പറിച്ചിട്ട് ഇഞ്ചി വെറുതെ കുറെ കേടായി പോയി. പിന്നെ പച്ചക്കറി കടയിൽ കൊണ്ടുപോയി 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് കൊടുത്ത് തീർത്തു.
അതിൽ നിന്ന് ഒത്തിരി പൈസ നഷ്ടമുണ്ട്. ഇത്രയും ചെറിയ കൃഷി ചെയ്തിട്ട് ഇത്രയും മതി. പിന്നെ ഇപ്പം 1 ഏക്കറിൽ 25 രൂപ വിത്ത് നട്ടതാണ്. അത് പിന്നെ എല്ലാ ജൈവവളവും അതുപോലെ 2 പ്രാവശ്യം വളമിട്ട് ഇഞ്ചി നന്നായി ചവറും വെച്ചു, ചപ്പ് വെച്ചു, പിന്നെ വേലടിക്കാതിരിക്കാൻ വേണ്ടി. അതും ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പം മൊത്തം പുതിയ രോഗം വന്നു. നമുക്ക് എനിക്ക് മാത്രമല്ല, അധികം വയനാട്ടിലും കർണാടകത്തിലും എല്ലാം ഉണ്ടായെന്ന് പറഞ്ഞു. ഇവിടെ ഇഞ്ചി നട്ടവർക്കെല്ലാം ഈ രോഗം. ഈ ഇഞ്ചി ഓല കരിഞ്ഞിട്ട് തണ്ടും കരിയുക, എന്നിട്ട് അതങ്ങനെ നിൽക്കുവാണ്. ഈ നമ്മുടെ തെങ്ങിന്റെ ചൂട്ട് ഉണങ്ങി വരുന്നില്ല. ഇത് ഞാൻ ജൈവ കർഷകനാണ്. എനിക്ക് ജൈവ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഫെയർട്രേഡ് അലയൻസ് കേരള എന്ന് പറഞ്ഞ സംഘടനയുള്ളത് കേരളത്തില. അത് വയനാട്, കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് 4 ജില്ലയിലുണ്ട്. 5500ഓളം മെമ്പർമാരുണ്ട്. ഇത് എല്ലാവരും ഇതാണ് ജൈവ കൃഷിയിലെ സർക്കാരിന്റെ സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. അപ്പൊ ഞാൻ കീടനാശിനികൾ ഉപയോഗിക്കാറില്ല. പിന്നെ അത്യാവശ്യം രാസവളം എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് അങ്ങനെയുള്ള കൂടിയ എന്തെങ്കിലും വളം ചെടിയൊന്ന് നന്നായി വരാൻ വേണ്ടി ചെയ്തു കൊടുക്കും. ബാക്കിയെല്ലാം ജീവാണുവളങ്ങൾ ചാണകപ്പൊടി, എല്ലുപൊടി. ഈ കർഷകശ്രീ അവാർഡ് കിട്ടിയത് ഏത് വർഷമായിരുന്നു? അത് ഈ വർഷം കിട്ടി. ഈ വർഷം കേരളം ഗ്രാമപഞ്ചായത്ത് കേരളം പഞ്ചായത്ത് 1-ാം വാർഡാണിത്. 1-ാം വാർഡില് 10 വർഷങ്ങളുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ. ഇപ്പൊ യൂറോപ്യൻസ് ഒക്കെ വന്ന് എന്റെ കൃഷി കാണാൻ വന്നിട്ടുണ്ട്. ഈ സംഘടനയുടെ ഭാഗമായിട്ട് വരുന്ന അവർക്ക് വന്നിവിടെ. അതുതന്നെ എനിക്ക് കശുമാവും ഫ്ലവർ തെങ്ങ് കുറച്ചേ ഉള്ളൂ. അത്യാവശ്യം അരയ്ക്കാനുള്ള തെങ്ങ് കിട്ടുന്നു. പിന്നെ മറ്റു കൃഷികളെ കൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 200 കിലോ കുരുമുളക് കിട്ടിക്കൊണ്ട് ഉണങ്ങിയത് അതെല്ലാം പോയി. കാലാവസ്ഥ എല്ലാം ഉണങ്ങിപ്പോയി. കൊടിയിട്ട് കാലാവസ്ഥ ഇപ്പൊ വലിയൊരു തിരിച്ചടിയാവുന്നുണ്ട്. കാലാവസ്ഥയും ഇവിടെ വരുന്നത് പിന്നെ പകൽ വരെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ആന 2-3 പ്രാവശ്യം വന്നെങ്കിലും വലിയ ശല്യമൊന്നുമില്ല. ഒരു ഇച്ചിരി വാഴയുണ്ട്, അതായത് കളഞ്ഞിട്ട് പോയത്. കുരങ്ങ്, മുള്ളൻപന്നി, മയില്, പിന്നെ മ്ലാവ്, കിഴമാനില്ലേ, കിഴമാന്, പന്നി. ഇത് ആറളമാണ് കാണുന്നത്. പിന്നെ ഇവിടെ സാഞ്ചുരിയാണ് അപ്പുറത്ത് വയലുടേക്ക്, അവിടെ നിന്ന് വരുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുള്ള കാർഷിക മേഖലയ്ക്കൊന്നും ഇപ്പൊ നേരിടുന്നുണ്ട്. നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്കൊരു 30,000 രൂപ കൂടുതൽ പൈസയായിട്ട് മുടക്കിയതാണ് ഇപ്പൊ ഈ നട്ട ഇഞ്ചിക്ക്. അത് മൊത്തം പോയി. ആരോട് പറയാൻ? സർക്കാരിന്റെ ഭാഗത്ത് നമുക്കൊരു ഇപ്പം ഈ മറ്റേ കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് എടുക്കുക, അങ്ങനെ ഇൻഷുറൻസ് ഉണ്ട് പറയുന്നത്. പക്ഷെ നമുക്ക് ഇഞ്ചിക്ക് അങ്ങനെയുള്ളതൊക്കെ കിട്ടുമെന്നുള്ള അറിയത്തില്ല. ഞാനതിൽ അന്വേഷിച്ചില്ല. പിന്നെ തെങ്ങിന് റബ്ബറിന് കശുമാവിനൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കൃഷിയോടുള്ള സ്നേഹം കാരണം ചെറിയ തോതിലെങ്കിലും വിപുലമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പ്രതിസന്ധിയുള്ള കാരണം ചെയ്യാൻ മനസ്സ് വരുന്നില്ല. പിന്നെ ഇതിനോടുള്ള കൃഷി അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ അലിഞ്ഞ ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ഈ കുറേശ്ശെ നമുക്ക് മറ്റു കൃഷികളൊക്കെ കണ്ടാലും. എത്ര വർഷമായി കാണാൻ കൃഷി? 40 വർഷം അല്ലേ? 40 വർഷം. 40 വർഷത്തിന് എനിക്കൊരു 22-23 വയസ്സുള്ളപ്പം കൃഷി തുടങ്ങിയതാണ്. ഇപ്പൊ 72 വയസ്സായി. 40 കൂടുതലായി. പക്ഷെ കാര്യമായ കൃഷി തുടങ്ങിയിട്ട് 40 വർഷം. അത് കൂടുതലും കപ്പ, അതുപോലെ മഞ്ഞള്, ഇഞ്ചി, ഇതായിരുന്നു എന്റെ മെയിനായ കൃഷികൾ. എത്ര മൂട് കപ്പയുണ്ട്? ഇതിപ്പോ ഒരു 30 മൂടല്ലേ? പിന്നെ അവിടെ കുറച്ചുണ്ട്. എത്ര നാൾ കൊണ്ടാണ് നമുക്ക് കപ്പയുടെ വിളവെടുക്കാൻ പറ്റും? കപ്പയുടെ ഒരു 10 മാസം 11 മാസം വേണം. അതല്ലേ? അതിന് എന്തൊക്കെ വളങ്ങൾ, എങ്ങനെ അതിന്റെ? ഇതിന് വളവ് ഞാനത് പിന്നെ അത് കുറച്ച് ജൈവവളം ഇടും, ചാറ് ഇട്ട് കൊടുക്കും. പിന്നെ ലേശം അല്പം പൊട്ടാഷ്. അതായത് ഇപ്പൊ നമ്മൾ ഈ കപ്പ നട്ട് കഴിയുമ്പം ഈ കപ്പ നമ്മുടെ മണ്ണിലുള്ള ഇതെല്ലാം കൂടെ വലിച്ചെടുക്കൂലേ? മണ്ണിന്റെ ഗുണങ്ങളെല്ലാം വലിച്ചെടുക്കൂലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൃഷിയാണ്? അത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കപ്പ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം ഇവിടെ ചേമ്പ്, ചേന അങ്ങനെയുള്ള അപ്പൊ അതിനുള്ള ചാണകപ്പൊടി, കാലിവളം ഇട്ട് കൊടുക്കും. പിന്നെ ജൈവവളം, ജീവാണുവളം ഇട്ട് കൊടുക്കും. അപ്പൊ നഷ്ടപ്പെട്ട അണുക്കളെല്ലാം മണ്ണ് വീണ്ടും വരും. കൃഷിക്ക് ദോഷമില്ലാത്ത വെള്ളവും കിട്ടും. അതിന്റെ അടുത്ത വർഷം നമുക്ക് വാഴ നടാം. പിന്നെ വാഴ നടുക. പിന്നെ മറ്റേതെങ്കിലും വീണ്ടും കപ്പ തന്നെ ഇടാം. ഈ വർഷം അടുത്ത വർഷം വേറെ ഒന്നും ചെയ്തു, അതിന് 2 വർഷം കപ്പ മാറി മാറി. അതായത് ഒരേ കൃഷി തന്നെ ഒരു മണ്ണിൽ ചെയ്തുകൊണ്ട് കാര്യം ഒരു കാര്യം. അത് എന്ത് കൃഷിയായാലും ഒരു വാഴയാണെങ്കിൽ തന്നെ നമ്മൾ മറിച്ച് മക്കളെന്ന് പറയാൻ ഒരു ഞാനായിട്ട് ഒരാൾ. പിന്നെ 3 പെൺമക്കളുണ്ട്. മൂത്തോള് ബാംഗ്ലൂര് ഒരു കുടുംബമായിട്ട് അവിടെ വീടൊക്കെ വെച്ചവിടെ ബിസിനസ്സാണ്. അപ്പം ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, നമ്മൾ പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കാറുണ്ടോ? കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പണിക്കാരെ കുടുംബം, ഭാര്യയും സപ്പോർട്ടാണ്.
നേരത്തെ ഈ പുറത്തൊക്കെ കൃഷിക്ക് പോകുമ്പം ഞാൻ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ചാണ് പോകലും. കാരണം അവിടെ പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തുടർച്ചയായി ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത് 2001 വില ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ. നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് മടുത്തു, ഇത് നിർത്തിയേക്കാം, കൃഷി ഇനി വേണ്ട എന്നുള്ള തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് സമയമാകുമ്പം പിന്നെ ചിന്തിക്കും, ഒന്നോട് നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് കൃഷിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. കൃഷി ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും കൃഷി നമ്മൾ ചതിക്കാറില്ലായിരുന്നു. പണ്ട് നമ്മുടെ കാരണന്മാരെ അന്ന് എന്ത് നട്ടാലും ഉണ്ടാവുകയും ചെയ്യായിരുന്നു. ഇങ്ങനത്തെ രോഗങ്ങളോ കീടങ്ങളോ ഒന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം പണ്ടത്തെ കഴിഞ്ഞൊക്കെ നമ്മുടെ മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെട്ടു. കാരണം മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാല് ഈ രാസവളങ്ങളും കീടനാശിനികളും ഇറങ്ങിയല്ലോ. ഇപ്പം വാഴയ്ക്കാണെങ്കിലും തൈമറ്റ് പിന്നെ അങ്ങനെയുള്ള മാര വൃക്ഷങ്ങളെ ചേർക്കുന്നത് കേടുവരാതിരിക്കാൻ വേണ്ടി നമ്മളതൊക്കെയാണ് വാങ്ങി കഴിക്കുന്നത്. പക്ഷെ ഞാൻ കൃഷിയാണെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ വാഴയാണെങ്കിൽ നമ്മൾ സാധാരണ മണ്ണിൽ കുഴിച്ചു വെക്കും. എന്നിട്ട് അതിനെന്തെങ്കിലും ചാരോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇച്ചിരി പൊട്ടാഷൊക്കെ ഇട്ട് കൊടുക്കും. പൊട്ടാഷ് മണ്ണ് നല്ലതാണ്. പൊട്ടാഷ് കീടനാശിനി അല്ലെങ്കിൽ ഇതാന്ന് രാസവളമാണെങ്കിൽ തന്നെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല മനുഷ്യൻ. അത് യൂറിയ ഇടുവാണെങ്കിൽ അത് ഭയങ്കര ഇതാണ്. യൂറിയ ഏറ്റവും വലിയ വിഷയമാണ്. അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന ഏറ്റവും വലിയ വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പം കൃഷി ചെയ്യാൻ തോന്നില്ല. ഞാൻ എല്ലാം ചെറിയ മടുപ്പ് പോകും. പക്ഷെ എന്നാലും ഇത് വിടാൻ തോന്നില്ല. എങ്കിലും നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാലോ. നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണല്ലോ. അതാണ് നമ്മൾ കൂടുതലായിട്ട് മെയിനായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ഞങ്ങൾക്ക് പിന്നെ ഇത് കൊടുക്കുവാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് രാസവളം കീടനാശിനി ഉള്ളതല്ല, ജൈവമാണ്. അപ്പം നമ്മൾ അത് കൊടുത്താൽ ഇതുപോലത്തെ വിലയില്ലാതെന്ന് തന്നെയാണ്. വിശ്വാസമില്ല. കൂടുതലും എല്ലാവർക്കും താല്പര്യം വിഷപ്പെട്ടതാണ്. കാരണം അത് കാണാനൊക്കെ കുറച്ച് ഭംഗികളുണ്ടാവും, കുറച്ച് വലിപ്പവും അങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവും. എത്ര മാസം മുമ്പ് നട്ട ഇഞ്ചിയാണിത്? ഇത് മെയ് ഒരു പകുതിയായപ്പോൾ നട്ടത്. അതെല്ലേ? അപ്പൊ നമ്മളൊരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും വളയും അന്നേരം പറിക്കേണ്ട ഇഞ്ചിയാണിത്. അപ്പൊ ഇതിപ്പം ഒരു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആയപ്പോ കേട് തുടങ്ങി അല്ലേ? ഓഗസ്റ്റ് പകുതിയായപ്പം പകുതിക്ക് മുമ്പേ. എത്ര രൂപ മുടക്ക് മുതലുണ്ട് നമുക്ക്? താഴെ അങ്ങോട്ട് ഓടം വരെ ഉണ്ട്. ഒരു 30,000 രൂപ പൈസയായിട്ട് മുടക്കി നമ്മുടെ എന്റെ അധ്വാനം കൂടാതെ. അതൊന്നും തിരിച്ചു കിട്ടാനായിട്ട് ഇത് കിട്ടില്ല. ഒന്നും വേണ്ട, പറിക്കുമ്പോ ഒന്നും കാണില്ല. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ. അത് ഈ മഴ കൊണ്ട് വന്നതായിരിക്കോ? മഴയുടെ ഇതേ പലരും പറയുന്നത് ഈ കാറ്റിലൂടെ എന്തോ ഒരു ഫംഗസ് പറഞ്ഞു വന്നിട്ട് ഫംഗസിന്റെ. അപ്പം ഞാൻ കേരളത്തേക്ക് ദേവിക എന്ന് പറഞ്ഞ മലക്കട നടന്ന ബിഷപ്പിന്റെ കാര്യമാണ്. അപ്പൊ പുള്ളി അങ്ങനെ പുള്ളി പറഞ്ഞത് ഈ ഇവിടെ തന്നെയല്ല, വയനാട്ടിലും പിന്നെ കർണാടകത്തിലും എല്ലാം ഈ രോഗം പറയുന്നുണ്ട്. ഇത് കാറ്റിലൂടെ ഒരു ഫംഗസ് വന്ന് പറഞ്ഞു. ഇഞ്ചിക്ക് മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പിടിച്ചിട്ടില്ല. ഇഞ്ചി എവിടെയൊക്കെ ഉണ്ട് അവിടെയെല്ലാം പിടിച്ചത്. ഇതിങ്ങനെ ഉണങ്ങി ചൂട്ട് പോലെയില്ല. ഇതിലും താഴെ കഷ്ടപ്പാട് താഴെയുള്ളത് അവിടെ ഇത് തന്നെയാണ്. ഈ കൃഷിയുമായിട്ടുള്ള ഈ ജീവിതത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ അതിനെങ്ങനെ? കൃഷിയായിട്ടുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാന്ന് പറഞ്ഞാല് നമുക്ക് കൃഷി നല്ലതാണ്. കൃഷിയെ നമ്മൾ സ്നേഹിക്കണം. കൃഷി അതുപോലെ നമ്മളെ സ്നേഹിക്കണം. പറഞ്ഞാൽ നമ്മളെ കൃഷിയല്ല, ഇതിന്റെ കൃഷി സഹായങ്ങളൊക്കെ ചെയ്യേണ്ട സർക്കാരാണല്ലോ. അവര് നമ്മളെ സഹായിച്ചാല് ഇപ്പൊ ഈ നഷ്ടം വന്നത് സർക്കാരിന്റെ പറഞ്ഞതിൽ ചെറിയൊരു നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാൻ തോന്നും. പക്ഷെ ഇതിപ്പം ഈ പൈസ പോയി ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ പൈസ അങ്ങനെ ഒരു സഹായം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് പലരും ഇതിലേക്ക് വരാത്തത്, പലരും തകർന്നു പോകുന്നത്. പക്ഷെ അതായത് പിന്നെ എനിക്ക് എന്ത് പറഞ്ഞാലും ഞാൻ അടുത്ത വർഷം പിന്നെ എവിടെയെങ്കിലും കുറച്ച് വിത്ത് വേണമെങ്കിൽ ഞാൻ നടും. കാരണം എനിക്ക് വരാൻ തോന്നുന്നില്ല. ഇത് ഇഞ്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കൃഷി അത്. ഇഞ്ചി, മഞ്ഞള്, തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കൃഷിഭവനിൽ നിന്ന് തരുമോ അതോ? അല്ലല്ല, ഞാനിത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് മേടിക്കുന്ന കൃഷിയുള്ളല്ലോ. കൃഷി ഇപ്പം അടുത്ത വർഷം നടാൻ എനിക്ക് ഇതിന്റെ വിത്ത് തന്നെ എടുക്കാം. അപ്പം ഇതില്ലാത്തവർക്ക് പിന്നെ നമ്മൾ അന്നെടുത്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ഈ കൃഷിഭവൻ പോലുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു. സപ്പോർട്ട് ഇപ്പം പണ്ടൊക്കെ കുറച്ച് എന്തെങ്കിലും കിട്ടും, ഇപ്പം അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഇപ്പം കൃഷിഭവനിൽ കൊണ്ട് ഇപ്പം കാര്യമായ ഗുണം ഈ ചിലപ്പം കുറച്ച് തൈകളൊക്കെ പൊടിയെ അതുപോലെ മറ്റുള്ള തൈകളൊക്കെ കാര്യമായ കൃഷിഭവനിൽ ഇപ്പൊ കിട്ടുന്നില്ല. അതല്ലേ?
എല്ലാവർക്കും ഫ്രാൻസ് ചേട്ടന്റെ ഈ കൃഷിയുമായിട്ടുള്ള ജീവിതവും ഈ കഥയല്ല ചരിത്രം, അതൊരു പ്രചോദനമായി തീരട്ടെ. പുതിയ ആളുകൾ ഇത് കണ്ടിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു വരട്ടെ. വരണം എന്നാണ് ഞാൻ പറയുന്നത്. പുതിയ തലമുറക്കാര് ഇഷ്ടംപോലെ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാണ്ടല്ല, മടിയും പേടിയും ഒരു പിന്തുണ അവർക്ക് ലഭിക്കും. എന്തിനാ പിന്നെ ഈ കയ്യിലിരിക്കുന്ന കാശ് അല്ലെ കടം മേടിച്ച് കാശ് വീണ്ടും കടവാക്കുന്നത് എന്നുള്ള അവസരമാണ്. വയനാട്ടിലൊക്കെ എത്രയോ വർഷം ആത്മഹത്യ ചെയ്തു. ഈ പിന്നെ കാപ്പിക്ക് ഇപ്പോൾ വിലയായി. കാപ്പിക്ക് വിലയില്ലായിരുന്നു. അതുപോലെ പിന്നെ ഇത് ഏലത്തിന് വിലയില്ലായിരുന്നു. ഇപ്പം ഇതിനൊക്കെ വിലയായിട്ടുണ്ട്. അന്നേരം ഉത്പാദനം കുറഞ്ഞു. ഉത്പാദനം കുറഞ്ഞാൽ വില കൂടി. അതാണ്. അപ്പം ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായിട്ട് വരുന്നതുവരെ സൈനിക.